PMSSY ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി. ആ കാഷ്വാലിറ്റി, ആ ബ്ലോക്ക് ഒന്നാകെ അടച്ചുപൂട്ടിയതിനു ശേഷം താൽക്കാലികമായൊരു കാഷ്വാലിറ്റി പഴയ ബ്ലോക്കിൽ, പഴയ കെട്ടിടത്തിൽ ഒരുക്കിയിരുന്നു. ആ കെട്ടിടത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊന്നും കയറി ഒരു പക്ഷെ നമുക്കൊന്നും പരിശോധിക്കാനൊന്നും കഴിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ ആളുകളെല്ലാം തിങ്ങി ഇറങ്ങിയിരിക്കുന്ന, രോഗികളൊക്കെ ആ രീതിയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഒരു ബെഡിൽ 2-3 ആളുകളൊക്കെ ഉണ്ട്. നേരത്തെ ഈ ബ്ലോക്ക്, ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടം തകർന്നതിന്, ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയവും അതുപോലെ തന്നെ സൗകര്യമില്ലായ്മയും ഒക്കെ കാരണമാണ് പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി PMSSY ബ്ലോക്കിലേക്ക് 200 കോടി രൂപ ചെലവിലുണ്ടാക്കിയ ബ്ലോക്കിലേക്ക്, കെട്ടിടത്തിലേക്ക് കാഷ്വാലിറ്റിയൊക്കെ മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത്, അവിടെ തീപിടുത്തത്തിലുണ്ടായ കാരണങ്ങളെല്ലാം ഗുരുതര പിഴവാണ് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. കാരണം അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിലൊന്ന്, ഈ UPS മുറിയിൽ, അന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, UPS മുറിയിലെ ബാറ്ററികൾ സൂക്ഷിക്കുന്ന മുറിയിൽ കൃത്യമായി എല്ലാ ദിവസവും പരിശോധനകൾ നടത്തണമായിരുന്നു. എന്നാൽ അവിടെ പരിശോധന നടത്തിയിരുന്നില്ല. അന്നൊരു കാരണം പറഞ്ഞത്, ഈ ബാറ്ററിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട്, അതിനുള്ളിലുണ്ടായ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട്, അത് വലിയ രീതിയിൽ വ്യാപിച്ച് മറ്റു ബാറ്ററികളിലേക്കും പടർന്നുകൊണ്ടാണ് അവിടെ വലിയ തീപിടുത്തമുണ്ടായതും അത് അടച്ചുപൂട്ടേണ്ടിയും ഒക്കെ വന്നത്. അവിടെ പരിശോധന നടന്നിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അന്ന് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ ആശുപത്രി, ആ ബ്ലോക്കിൽ ഫയർ ആൻഡ് എക്സിറ്റ് സംവിധാനം ഏറ്റവും മുകളിലുണ്ട്. പക്ഷെ അവിടെയുള്ള വാതിൽ അടച്ചിട്ട നിലയിലായിരുന്നു. എങ്ങനെയാണ് ഫയർ ആൻഡ് എക്സിറ്റ് സംവിധാനത്തിന് മുൻപിൽ വാതിൽ അടച്ചിടുക? അതൊരിക്കലും എവിടെയും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം ആളുകൾക്ക് ഓടി രക്ഷപ്പെടണമെങ്കിൽ ആ സ്റ്റെയർ കേസിൽ മുഴുവൻ, കോണിപ്പടികളിലെല്ലാം നിരവധി സാധനങ്ങൾ വലിച്ചിട്ട നിലയിലായിരുന്നു. ആ രീതിയിൽ ആളുകൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമതൊരു തീപിടുത്തം അവിടെ ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായപ്പോൾ അവർ അകത്തേക്ക് കയറാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട അധികാരികളൊന്നും നമുക്കൊരു ഘട്ടത്തിൽ പോലും അതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകിയില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞില്ല. നേരെ ചെറിയൊരു സ്വിച്ചിട്ടപ്പോൾ, ചുമരിലുണ്ടായിരുന്ന ഒരു സ്വിച്ചിട്ടപ്പോൾ ഉണ്ടായ ചെറിയൊരു സ്പാർക്ക് മാത്രം എന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. എന്നാൽ വിശദമായ പഠനങ്ങളും അതേക്കുറിച്ച് നടത്തിയിട്ടില്ല. ഇപ്പോഴും അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ആ പണികൾ എന്ന് തീരും, എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും, എന്ന് മുതൽ ഇത് തുറന്ന് പ്രവർത്തിക്കാനാവും എന്ന കാര്യത്തിൽ ആളുകളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഇതിപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തെ, അല്ലെങ്കിൽ അത് സിസ്റ്റത്തെ മുഴുവൻ അത് തകരാറിലാണെന്ന് പറയാനല്ല, പക്ഷേ നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്. നമ്മൾ കരുതൽ വേണം. നമ്മൾ ആശ്രയിക്കുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും താഴേക്കിടയുള്ള ആളുകളാണ്. എന്തെങ്കിലും ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ജീവിത വരുമാനമില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അപ്പോൾ ആ ആളുകൾ, ആ സുരക്ഷ നമ്മൾ തന്നെ സ്വീകരിക്കണം. അതായത് ഭയം വേണം, ജാഗ്രതയില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.